ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ടാകും. ജസ്റ്റ് ഉപ്പ് ഒക്കെ ഉണ്ടോ കറക്റ്റ് ആണെന്നൊക്കെ ഒന്ന് നോക്കാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കറക്റ്റ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വിളമ്പാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മസാല അത് മുളക് പൊടിയൊക്കെ ചെല്ലുമ്പോൾ എന്തായിരിക്കും സീരിയസായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തന്നെ മുളക് പൊടി ഇടാൻ പോവാണ്. മുളക് പൊടി ഒരു 100 ഗ്രാം മുളക് പൊടി മതി. 100 ഗ്രാം 5 കിലോയ്ക്ക്. അപ്പോൾ അതിൻ്റെ കളർ ശരിക്കും അങ്ങ് മാറി ചോലയായി തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. നല്ല കളറാവല്ലേ. അതന്നെ ആ ഒരു ഫ്ലേവർ തന്നെ മൂക്കിൽ ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ചിട്ട് കഴിഞ്ഞാൽ ഓക്കെ. ഇളക്കണം. അപ്പോൾ വേണ്ട, ഒന്ന് ഇളക്കി പച്ച വെളിച്ചെണ്ണ പൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇപ്പൊ തന്നെ ഒരുവിധം കുറുകി നിൽക്കുകയാണ്. നമുക്ക് കറിവേപ്പില അടച്ചു വെച്ചാൽ സാധനം റെഡി. ഓക്കെ, സത്യം കിട്ടും. കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഒന്ന് അടച്ചു വെച്ച് ഇളക്കണമല്ലേ, ശരിക്കും ഇളക്കണമല്ലേ. ഒരു 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും. 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി അല്ലേ മട്ടൻ റെഡി ആയിട്ടുണ്ടാവും കഴിക്കാൻ വേണ്ടി. ഈ സൈഡിൽ കൂടെ ഒക്കെ മണം വന്നിട്ട് ആയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സാധനം റെഡി. കറക്റ്റ് 10 മിനിറ്റ് തുറന്നത് നന്നായിട്ട് തിളയ്ക്കുന്ന മട്ടൻ കറി, മട്ടൻ ചാപ്സ് അല്ലേ, ഇത് റെഡി. ഇനിയിപ്പോൾ എന്തായാലും ഇതിപ്പോ ഉണ്ടാക്കിയതിന് വളരെ താങ്ക് യു. ഇനി വേറൊരു താങ്ക്സ് ഉണ്ട്, ഇതെല്ലാം എനിക്ക് തരണേന്. അതെന്തായാലും ഞാൻ ഇപ്പൊ ടേബിളിൽ പോയി ഇരിക്കാം. പിക്ക എല്ലാം കൂടി എനിക്കൊന്ന് തരാം. ഞാൻ അവിടെ ഇരിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് അങ്ങ് കഴിക്കാം അല്ലേ ഇക്ക. അപ്പൊ ഞാൻ എന്തായാലും ഇനി ടേബിളിലേക്ക് പോവാണ്. അപ്പൊ കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇക്ക ഇതെല്ലാം കൂടി എനിക്ക് അവിടെ എത്തിക്കും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഇരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് ടേബിളിൽ കാണാം. ഇക്ക കൊണ്ടുവരാം. അപ്പോൾ നമ്മളവിടെ ചാപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ വീണ്ടും ടേബിളിലേക്ക് വന്നേക്കാണ്. ഇക്കടെ മോൻ എൻ്റെ ഒപ്പം ഉണ്ട്, മുഹമ്മദ് അല്ലേ, വരുംകാല മുതലാളിയാണ്. ഹലോ മുഹമ്മദ്, എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നവൻ? 6-ലല്ലേ? 6-ല്. എല്ലാം എപ്പോഴേ വന്ന് ഒപ്പം നിൽക്കാറുണ്ടല്ലോ. സ്കൂള് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കാറുണ്ട്. ആണല്ലേ. ഇപ്പൊ ശരിക്കും ഇപ്പൊ ഇക്ക മാത്രമാണോ ഇത് നോക്കുന്നില്ല, വാപ്പസിയും കൂടി വന്ന്? എനിക്ക് 2 സ്ഥാപനമുണ്ട്. പല്ലമ്പലം ഇവിടെ ഞാൻ തന്നെ നോക്കിയാണ്. നേരത്തെ പറഞ്ഞു നമ്മൾ ഉള്ള സ്ഥാപനം നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകാനാണ് നോക്കുന്നതെന്ന്. എന്നാലും വേറെ ബ്രാഞ്ചസ് തുടങ്ങാൻ എന്തെങ്കിലും ആലോചന ഉണ്ടോ? ഒരു ആലോചനയില്ല, നമ്മൾ ഇവിടെ തന്നെ മാത്രമാണ്. പിന്നെ ഞാൻ ഇപ്പോൾ നമ്മൾ ബിരിയാണിയുടെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പൊ ബിരിയാണി നമ്മുടെ ഇവിടുത്തെ സ്റ്റൈലാണോ അതോ നമ്മുടെ സ്റ്റൈൽ ദം ബിരിയാണി? ഫുള്ള് ദമ്മാണ്. ഇപ്പൊ എന്തൊക്കെയുണ്ട്? നമ്മുടെ മട്ടൺ ഉണ്ട്, ലിവർ ഉണ്ട്, ബിരിയാണി അല്ല ബിരിയാണി മട്ടൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, 2 ബിരിയാണിയാണ്. 2 ബിരിയാണി. അപ്പൊ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കി ഉച്ചക്കത്തേക്ക് വേറെ എന്തൊക്കെയാ? നമ്മള് ഊണുണ്ട്, ഈ എല്ലാ സ്പെഷ്യലും ഉണ്ട്, എല്ലാം ഉണ്ട്. മീൻ വിഭവങ്ങളൊന്നുമില്ല. മീൻ ഫിഷ്, സാധാ ഫിഷ് മാത്രമേ, സാധാ മത്സ്യം. പേരെന്തൊക്കെയാ? അഷ്റഫ്. എത്ര ആളാണ് ഇവിടെ? 5 മാസമായിരുന്നല്ലേ. അപ്പോൾ എനിക്ക് ഇക്ക ബിരിയാണി, നമ്മുടെ എന്ത് ബിരിയാണി? മട്ടൻ ബിരിയാണി എല്ലാ വിഭവം ഉണ്ടല്ലേ? പേരെന്താ? പളനി പേര്. മട്ടൻ കുറുമ, മട്ടൻ കറി. കരള്, ലിവർ, മട്ടൻ ലിവർ, റോസ്റ്റ്, മട്ടൻ റോസ്റ്റ്, ബോട്ടിയെല്ലാം ഉണ്ടാവും. ബോട്ടിയൊക്കെ വൈകുന്നേരം. അപ്പോൾ വൈകുന്നേരം എന്തൊക്കെയാ നമ്മൾ? വൈകുന്നേരം ബോട്ടി, സൂപ്പ്, ഇതെല്ലാം കാണും. കുടൽ തോരൻ, ബോട്ടി തോരൻ, പിന്നെ സൂപ്പ്, മട്ടൻ സൂപ്പ് ഉണ്ടാവും. സൂപ്പുണ്ട്, എല്ലാം ഉണ്ടാവും. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ജംഗ്ഷനിൽ നമ്മുടെ ഈ സെന്ററും അപ്പുറത്തെ സെന്ററും മാത്രമാണോ മെയിനായിട്ട് മട്ടൻ? മെയിനായിട്ട്. അതുകൊണ്ടാണ് ശരിക്കും ആലങ്ങാട് എന്താ മട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സെന്റർ, ആലങ്ങാട് സെന്റർ അത് തന്നെ അങ്ങനെ ഫേമസ് ആവാൻ കാര്യം. നമ്മൾ മാത്രമേ അങ്ങനെ ശരിക്കും കൊടുക്കുന്നുള്ളൂ അല്ലേ. ഇപ്പൊ എന്തായാലും ഇക്ക മുഹമ്മദേ കഴിച്ചോട്ടെ.
അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയിക്കാം. മുമ്പേ കഴിക്കാം നമുക്ക്. ഇക്ക വീട്ടിലുണ്ടാക്കി തരാറുണ്ടോ? വാപ്പിച്ച് വീട്ടിലുണ്ടാക്കി തരാറുണ്ട്, എല്ലാം കഴിക്കാറുണ്ട്, ഇവിടെ വന്നിട്ടും കഴിക്കാറുണ്ട്, വേറെ കുറച്ച് കഴിക്കാറുണ്ട്. നമുക്ക് കഴിക്കാം എന്നാ തുടങ്ങിക്കോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോയിക്കാം. ആദ്യമേ ബിരിയാണി. ഞാൻ അത് സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഫ്ലേവർ അതെങ്ങനെയാണോ അത് എത്രത്തോളം നല്ലതാണോ അതിനേക്കാൾ നല്ലതാണ് ബിരിയാണി. ആണ് കാരണം ആ മസാലയുടെ ആ ഒരു ചെറിയൊരു സ്വീറ്റ് ഡിഷും പക്ഷെ നല്ലൊരു മസാലയുടെ ആ കൂട്ടിൻ്റെ ആ ടേസ്റ്റും കൂടി റൈസ് കിട്ടുന്നുണ്ട്. അത് ദമ്മിൻ്റെ ആയിരിക്കും, ആ ടേസ്റ്റിന് നമുക്ക് റൈസും കിട്ടുന്നുണ്ട്. അതാണ് ദമ്മിൻ്റെ പ്രത്യേകത. ഇനിയിപ്പോൾ ഇതല്ല ഏതും തുടങ്ങിയേക്കാം. എല്ലാത്തും തുടങ്ങിക്കോളേ. റോസ്റ്റ് റോസ്റ്റ്, ഇത് ചാപ്സ്. അധികം എരിവുമില്ല, അന്ന് എരിവുണ്ട്. കുരുമുളകാണ് റോസ്റ്റിൽ കുരുമുളക് ചേർക്കുന്നത്. കുറുമല്ലേ, ഞാൻ അരപ്പൂടെ ചേർത്തടി. അരപ്പൂടി ചേർത്ത് കഴിക്കും, തേങ്ങാപ്പാലൊക്കെ ഇട്ട് ആ ഒരു ടേസ്റ്റ്. ഇതെല്ലാം നമ്മൾ എന്തിൻ്റെ ഒപ്പൊക്കെ ആവണം? ബാക്കിയെല്ലാം ഇതൊക്കെ തന്നെയാണോ? ബിരിയാണിയുടെ ഒപ്പം വേറെ എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ? ഇല്ല, കോമ്പിനേഷൻ ഇല്ല. അത്രയില്ല. ഈ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ തന്നെ. അത് തേങ്ങാപ്പാലിൻ്റെ ഫീലൊക്കെ കിട്ടുന്നുണ്ട് ഇതിൽ. കുറുമ അതാണല്ലോ മെയിനായിട്ട്. മട്ടൻ ലിവർ കഴിച്ചു പോകും, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ പത്തിരിയുടെ ഒപ്പം നമുക്ക് നോക്കാം അല്ലേ? പത്തിരി എന്താ കഴിക്കാതെ? മട്ടൻ കറി, ലിവർ, ബ്രെയിൻ കഴിച്ചു. ബ്രെയിൻ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണല്ലോ. ഞാൻ ബ്രെയിനിലും ഇതിലും ഒന്ന് തുടങ്ങാം. നല്ല സോഫ്റ്റ് പത്തിരി കേട്ടോ. എന്നിട്ട് എനിക്ക് ഇതും സ്പെഷ്യലാന്ന് പറയണല്ലേ. ബ്രെയിനിൽ തുടങ്ങാം. ബ്രെയിനായിട്ടാണ് കഴിക്കാൻ പോണ പത്തിരി. സബോളയൊന്നും അത്രയ്ക്ക് വാട്ടിയെടുക്കത്തില്ല, ചെറിയൊരു പച്ചപ്പ്, ഒരേ കണക്കുണ്ട്, ചെറുതായിട്ടൊന്ന് വാട്ടയുള്ളൂ, ചെറിയൊരു വാട്. കാരണം പച്ച ടേസ്റ്റ് നമുക്ക് സവോളയോടൊപ്പം കിട്ടുന്നുണ്ട്. നമ്മുടെ ചാപ്സ്, നമ്മൾ ഉണ്ടാക്കിയ കറി. ഇതിൽ മുളക് പൊടി ഇടില്ല. ഇതിൽ ലേശം കൂടി എരിവ് കൂടുതലുണ്ട്. ടേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുളക് പൊടി ഇടുന്നതിന് മുമ്പ് ടേസ്റ്റ് അതിനേക്കാളും നല്ല ടേസ്റ്റാണ്. കാര്യം എല്ലാം ഉള്ളിലുണ്ട്. വെറുതെ ആലങ്ങാട് മട്ടൻ ഇത്ര ഫേമസ് ആകാൻ കാരണം എന്തായാലും ഈ സ്ഥലം ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമ്മുടെ ആലങ്ങാട് ജംഗ്ഷനിൽ തന്നെ പള്ളിക്ക് കുറച്ച് മുമ്പ്, അതായത് തിരുവനന്തപുരം പോണ റൂട്ടിൽ ആറ്റിങ്ങലിന് മുമ്പായിട്ടാണ് സെൻറ്റർ, ആലങ്ങാട് സെൻറ്റർ. ഇവിടെ വരിക, നല്ല മട്ട വിഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചാപ്സ് ഉണ്ടാക്കി തന്നതിനും ഇതെല്ലാം എനിക്ക് കഴിക്കാൻ തന്നതിനും നമുക്ക് എല്ലാവർക്കും കാണിക്കാനും തന്നതിനും വളരെ വളരെ നന്ദി. മുമ്പേ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ തീറ്റ കണ്ടിട്ടായിരിക്കും, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഇതിനെല്ലാം വളരെ നന്ദി. നല്ല മട്ടൻ ഡിഷസും ബാക്കി എല്ലാം ഇവിടെ കിട്ടും. വരിക, സ്ഥലം ഇപ്പോൾ മനസ്സിലായില്ലേ, ആലങ്ങാട് സെൻറ്റർ. വന്നോളൂ, കഴിച്ചോളൂ, നന്നായിട്ട് പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട് സീരിയസ്ലി. അപ്പോൾ നമുക്കെന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതൊക്കെ തീർക്കേണ്ട വലിയ ചുമതല തന്നെ എനിക്കുണ്ട്. അപ്പോൾ അതിലേക്ക് പോവാം. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, ടാറ്റ.